സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ആരാകും? ആകാംക്ഷ നിറയുകയാണ്. പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ അയച്ച 6 പേരുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് ഈ 6 പേരുടെ പട്ടികയുള്ളത്. ഇതിൽ 3 പേരുടെ പേര് കേന്ദ്രം തിരിച്ചയക്കും. അതിൽ നിന്ന് ഒരാളെയാകും സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുക്കുക. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ. ഈ പേരുകളാണ് സംസ്ഥാനം കേന്ദ്രത്തിനയച്ചത്. ഇതിൽ 3 പേരുകൾ കേന്ദ്രം തിരിച്ചയക്കും. അതിലൊരാൾ സംസ്ഥാന പോലീസ് മേധാവിയാകും. സീനിയോറിറ്റി അനുസരിച്ച് 1ഉം 2ഉം സ്ഥാനത്തുള്ളത് നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറുമാണ്. 2 പേർക്കും പോലീസ് മേധാവിയാകാൻ താൽപര്യവുമുണ്ട്. BSF ചുമതലയുണ്ടായിരുന്നപ്പോൾ വീഴ്ച വരുത്തിയതിന് നിതിൻ അഗർവാളിനെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാകുന്നതിനു മുൻപ് കേന്ദ്രം കേരളത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു. പട്ടികയിൽ 6ാമതുള്ള MR അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണ സംഘം ക്ലീൻചിറ്റ് നൽകിയെങ്കിലും കോടതിയിൽ കേസ് അവസാനിച്ചിട്ടില്ല. സാധ്യത വളരെ വിരളമാണെങ്കിലും കേന്ദ്രത്തിന്റെ പട്ടികയിൽ അജിത് കുമാർ എത്തിയാൽ പോലും കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് തിരിച്ചടിയാകും. സീനിയോറിറ്റിയിൽ 3ാമതുള്ള യോഗേഷ് ഗുപ്തയ്ക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. TP സെൻകുമാറിന് ശേഷം ഒരു മലയാളി പോലും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒഴിവാക്കപ്പെട്ട സെൻകുമാർ നിയമ പോരാട്ടം നടത്തിയാണ് വീണ്ടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തിയത്. ലോക്നാഥ് ബെഹ്റ, അനിൽ കാന്ത്, നിലവിലെ DGP ഷേഖ് ദർവേഷ് സാഹിബ്. സെൻകുമാറിന് പിന്നാലെ വന്ന 3 മേധാവിമാരും മറ്റു സംസ്ഥാനക്കാരാണ്. നേരത്തെ പോലീസ് മേധാവി സ്ഥാനത്തെത്തുമെന്ന് കരുതിയ മലയാളികളായ A ഹേമചന്ദ്രൻ, R ശ്രീലേഖ, ഉടൻ വിരമിക്കുന്ന പത്മകുമാർ എന്നിവർ ഏറ്റവും ഉയർന്ന പദവിയിലെത്താതെ പോയ മലയാളികളുടെ പട്ടികയിലുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.